ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവനാണെങ്കിൽ ബാലേന്ദ്രനെ വിളിക്കുവാണ്. ശിവൻ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് ബാലചന്ദ്രന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ശിവൻ ചോദിക്കും, ബാലേന്ദ്രൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ടെന്ന്. അസുഖമൊക്കെ എത്രയോ ഭേദം എന്ന് പറയുമ്പോൾ എന്തിനാ ടെൻഷൻ എടുത്തിട്ട് തോളത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ടെൻഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയതല്ല, കൈതക്കൽ വീട്ടിൽ നിന്ന് കിട്ടിയതാന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, ഇവിടെ നിന്നൊരു പെണ്ണിന് മാത്രമല്ലേ നിനക്ക് തന്നത്, ടെൻഷൻ തന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണെ. ആ പെണ്ണ് ഇല്ലിക്കൽ കല്ലിന്റെ അത്രയും ടെൻഷൻ എടുത്തിട്ടല്ലേ എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആ കല്ലെടുത്ത് താഴെ നമുക്ക് ഇറക്കണ്ടേ, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, രാജീവന് വന്നിട്ടുണ്ട്. പോരാത്തതിന് തിരുവനന്തപുരത്തെ ലാവണ്യമാമയുടെ മക്കളും വരും. നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് വന്ന ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്ന് ചോദിക്കൂട്ടോ ബാലേന്ദ്രൻ. ഏട്ടൻ ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ വൈജ ഇപ്പൊ അവിടെ തന്നെ ഉണ്ടല്ലോ, അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നോക്ക്. അല്ലാതെ ഇവിടെ എല്ലാ പ്രശ്നം എന്ന് പറയുമ്പോൾ ശിവൻ പറയും, വൈജ പറഞ്ഞത് എന്നിട്ട് കടപ്പാട്ടൂരാണ് പ്രശ്നം എന്നാണല്ലോ. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാരും കൂടി ആളും വാളും പരിചയവും എല്ലാമായിട്ട് ഇങ്ങ് പോര്, ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ, കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളാക്കരുത്, എന്നാൽ നാളെ കാണാന്ന് പറഞ്ഞിട്ട് ശിവൻ അങ്ങ് വെക്കുവാണ് കേട്ടോ. അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞതും കിടക്കയിലേക്ക് ഒരൊറ്റ ഏറാട്ട ഫോൺ ബാസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കേട്ട് നമ്മുടെ അലീന ഉണ്ടാവും അവിടെ. അപ്പൊ അലീനോട് പറയും, നീ എന്തായാലും പോകാൻ വേണ്ടി വിചാരിച്ചല്ലേ, ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞതാണല്ലോ, നീ വേണമെങ്കിൽ പൊയ്ക്കോട്ടോ എന്ന് പറയും. അപ്പൊ അലീന ചോദിക്കും, ഞാൻ പോകുന്നതാണോ അച്ഛാ നല്ലത്, അത് നിൽക്കുന്നതാണോ അച്ഛാ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, നീ ആദ്യം അനുവാദമൊക്കെ ചോദിച്ച് റെഡി ആക്കിയതല്ലേ, നീ വേണമെങ്കിൽ പൊയ്ക്കോ, എനിക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, എങ്കിൽ പിന്നെ ഞാൻ നാളെ രാവിലെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, അവരൊക്കെ വന്നിട്ട് തിരിച്ചു പോവല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, അവരൊക്കെ വന്നിട്ട് എപ്പോഴാ തിരിച്ചു പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സംരക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നൊന്നും എനിക്കറിയത്തില്ല, അതിന് മാമച്ചൻ അങ്കിളിന്റെ വീട് അവർക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, എന്തായാലും നീ വിചാരിച്ചത് നടക്കട്ടെ, എനിക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ അലീന നമ്മുടെ രേവതിക്കുട്ടിക്ക് ഫോൺ വിളിക്കുകയാണ്. അലീനയുടെ കോള് കാണുമ്പോൾ തന്നെ, ചേച്ചി നാളെ വരില്ലേ എന്ന് ചോദിക്കട്ടോ രേവതി. അതിലൊരു സംശയമുണ്ട് മോളെ, ഇവിടെ എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ട്, അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പേടി എന്ന് പറയുമ്പോൾ അച്ഛൻ അതാരാന്ന് ചോദിക്കണേ. അത് നിന്നോട് പറഞ്ഞില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് നിന്നോട് പറയാൻ, ഞാൻ അവിടെ വന്നിട്ട് പറയാന്ന് പറയാണ്. അതെന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞൂടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ പറയാനുള്ള മൂഡിലല്ല മോളെ, നാളെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രേവതിക്കുട്ടി ചോദിക്കും, സാറിനെ തല്ലാനാണോ? തല്ലാനൊന്നും പറ്റത്തില്ല, ഭീഷണിപ്പെടുത്തലും എല്ലാം ഉണ്ടാവും, അവരെന്തായാലും സാറിനെ മര്യാദ പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കും, ചേച്ചിയാണ് അവരുടെ മുഖ്യ ശത്രു എന്ന്. അതെ, ഇവിടെ നിയമവും കോടതിയൊന്നും ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രേവതിക്കുട്ടിക്ക് പേടിയാവട്ടോ. ചേച്ചി എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു, ഇവരുടെയൊക്കെ ഇടയിൽ ചേച്ചി ഒറ്റയ്ക്ക് എങ്ങനാ എന്ന് ചോദിക്കുകയാണ്. മേഡം രണ്ടും കൽപ്പിച്ച അവരെല്ലാരും കൂടി എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കട്ടോ, നാളെ ഞങ്ങൾ നേരത്തെ അങ്ങോട്ടേക്ക് വന്നിട്ട് ചേച്ചി ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നാലോ? അപ്പൊ ഇങ്ങോട്ട് വരണ്ട മോളെ, ഞാൻ അങ്ങോട്ടേക്ക് ഒരു ബസ്സിൽ വന്നോളാന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോഴേക്കും ബാലചന്ദ്രന്റെ ആ ഒരു ബെല്ല് അടിയാണ് കേട്ടോ. എന്റെ ബെല്ലടിഞ്ഞു, ഞാൻ ഇനി വെച്ചേക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് വെക്കാണ് കേട്ടോ അലീന. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ മാമച്ചനും ഗ്രേസി അമ്മയും അവിടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അവർക്കുള്ള ചായയുമായിട്ട് എത്താണ്. എന്നിട്ട് മാമച്ചനോട് പറയുന്നുണ്ട്, അങ്കിളെ ഒരു പ്രശ്നമുണ്ട്, അലീന ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. കൊല്ലപ്പള്ളിയിൽ നിന്ന് കടപ്പാട്ടൂരിക്ക് സാറിനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വരുന്നുണ്ടോ അത്ര, അപ്പോൾ സാറിനെ തനിച്ചാക്കി വരാൻ അലീന ചേച്ചിക്ക് ഒരു പേടി എന്ന് പറയുമ്പോൾ, അവൾ എന്തിനാ പേടിക്കുന്നത്, അതൊക്കെ അയാൾ നോക്കിക്കോളും, അവളോട് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയാണ് മാമച്ചൻ. അപ്പൊ രേവതിക്കുട്ടി പറയും, അലീനേച്ചിക്ക് ഇപ്പോൾ ടെൻഷനാ, ഇങ്ങോട്ട് വരണോ അതോ വരാതിരിക്കണോ എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത പോലെ. അലീനേച്ചിക്ക് ഒരു പേടിയുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയും, ആര് പറഞ്ഞു തിരിച്ചു കയറണമെന്ന്, അല്ലെങ്കിലേ അവളെ കണ്ടുവിടാത്ത കുറെ ആളുകൾ പിന്നെ വീണ്ടും അവിടേക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, നമുക്കേ നാളെ ചെന്ന് അലീനേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ, നമുക്ക് കാറെടുത്ത് പോവാന്നേ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയും, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, അവൾക്കൊരു ബസ് കയറി ഇങ്ങ് വരാവുന്നേ അല്ലേ ഉള്ളൂ, അതാൻറ്റി ബാലേന്ദ്രൻ സാറിനെ അവളെ ഒറ്റയ്ക്ക്
വിടാനൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. ചുറ്റും ശത്രുക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രേസ്യാമ്മയ്ക്കും തോന്നുകയാണ് കേട്ടോ അത് ശരിയാണെന്ന്. നമ്മൾ കൂട്ടിയിട്ട് വന്നാൽ ബാലേന്ദ്രൻ സാറിനും അത് സന്തോഷം, അലീനേച്ചിക്കും അത് സന്തോഷം. അപ്പൊ അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാമച്ചൻ പറയും ഗ്രേസ്യാമ്മയുടെ അഭിപ്രായം എന്താന്ന്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതിന് മുന്നേ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വിചാരിച്ചതല്ലേ. ആദ്യമൊക്കെ വെള്ളം പോകുന്ന വഴിയായിരുന്നു മീൻ പോകുന്നത്. ഇപ്പോ മീനിന്റെ പുറകെ വെള്ളം പോയേക്കാം എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടിയെ നോക്കിയിട്ട്. അങ്ങനെ അവര് പിറ്റേന്ന് രാവിലെ തന്നെ അലീനയെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അലീനയും കൃഷ്ണമോളും കൂടെ ചായ കുടിക്കുകയാണ്. ചായക്കൊപ്പം പഴംപൊരിയാണ് കേട്ടോ തിന്നുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ബബിയും അങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പഴംപൊരി എടുത്ത് തിന്നണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അലീനയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എടുക്കാതെ ഇങ്ങനെ നുണഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് വൈജ കൊല്ലപ്പള്ളിയിൽ നിന്ന് എത്തും. അപ്പൊ ഇവര് ചായ കുടിക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ അലീന എഴുന്നേൽക്കുന്നുണ്ട്. കയ്യിലൊരു പഴംപൊരി ഉണ്ട് കേട്ടോ. അപ്പൊ തന്നെ വൈജ പറയും തിന്നോടി ഇന്നും കൂടിയേ ഉള്ളൂ നിന്റെ ഈ തീറ്റ, നാളെ എൻ്റെ ആങ്ങളമാർ വന്ന് നിന്നെ പടി ഇറക്കി വിടും എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും അമ്മ വന്നു തുടങ്ങിയോ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ. ഇതേ വെറും ഭീഷണിയൊന്നല്ല, ഉള്ള സത്യമാണ് ഞാൻ പറയുന്നത്. നീ വിചാരിക്കോ എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കില്ല എന്ന്? എനിക്കുണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബി ചോദിക്കും ആരൊക്കെയാ അമ്മ വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ രാജുവേട്ടൻ, ശിവേട്ടൻ, ഹരി, രാവണി മാമയുടെ മക്കൾ, മറ്റേ അടുത്തി എന്നൊക്കെ പറയൂട്ടോ, ഹരയോഗ പ്രസിഡന്റ്, അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ചോദിക്കും അവരൊക്കെ കൂടി വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? അവരൊക്കെ കൂടി വന്നാലേ ഇവളെ നാളെ ഇവിടെ നിന്നും വലിച്ചിറക്കി റോട്ടിൽ തള്ളും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്ക് ആകെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ബബി പറയും നാളെ ഞാനേ കോളേജിൽ പോകുന്നില്ല, ഇതൊക്കെ കണ്ണിറയെ കാണാലോ എന്ന് പറയുമ്പോൾ രോഹിത്തും പറയുന്നുണ്ട് കേട്ടോ ഞാനും പോകുന്നില്ല എന്ന്. ഇത് കേൾക്കെ നമ്മുടെ കൃഷ്ണമോള് പറയും ഞാൻ പോകും, എത്ര ആളുകൾ വന്നാലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല, അച്ഛൻ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബബി പറയും ആടി നീ പച്ചവെള്ളം ചവച്ചിറക്ക് എന്നൊക്കെ പറയണേ. എന്നിട്ട് അതിൽ നിന്നൊരു പഴംപൊരി എടുത്ത് തിന്നാണ്. അത് കാണുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും നാണുണ്ടോ ചേച്ചിക്ക് അലീനേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ട്? ഓ അതിലൊന്നും വലിയ കാര്യമില്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് എന്ത് വേണമെങ്കിലും എടുത്ത് തിന്നാന്ന് അച്ഛൻ പറയാൻ നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ച കൃഷ്ണമോള് രോഹിത്തിനോടും പറയുന്നുണ്ട് രോഹിത്തേട്ടാ ഇതിൽ നിന്ന് 2 എണ്ണം വേണമെങ്കിൽ എടുത്ത് തിന്നോ, നാളെ ചിലപ്പോൾ അലീനേച്ചി ഇവിടെ ഇല്ലെങ്കിലോ, അലീനേച്ചിയെ എല്ലാരും കൂടി നാട് കടത്താൻ വേണ്ടി പോവല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ രോഹിത് പറയും എടി നീ നിന്ന് ചിലക്കാതെ ചീവീട് പോലെ ഉണ്ട് ആ അടക്കടി എന്ന് പറഞ്ഞങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അലീന കിടക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണമോളും കൂടി വരികയാണ്. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ എന്താ മോളെ ഇവിടെ നിന്ന് ചുറ്റിത്തിരിയുന്നത്? ഒന്നുമില്ല ചേച്ചി എന്ന് പറയുമ്പോൾ കൃഷ്ണമോളുടെ ടെൻഷൻ കണ്ടിട്ട് നമ്മുടെ അലീന ചോദിക്കും അച്ഛനെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചേച്ചി, കഴിഞ്ഞ തവണ അവർ വന്നിട്ട് എന്താ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം, ഇത്തവണ വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന അറിയാം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ അച്ഛനില്ലേ? അന്ന് അച്ഛനില്ലായിരുന്നല്ലോ, അച്ഛൻ അറിയാതെയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കാണ്. എങ്കിലും ചേച്ചി അവരെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ, ചേച്ചി നാളെ എറണാകുളത്തിന് പൊക്കോട്ടോ എന്ന് പറയുമ്പോൾ അലീന പറയും നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണ്ടേ മോളെ, അത് സാരില്ല, അവര് വരുമ്പോൾ ചേച്ചിയെ കാണാതിരുന്നാ മതിയല്ലോ, ചേച്ചി നാളെ പോവണേ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും അത് നേരം വെളുക്കട്ടെ അപ്പോൾ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോകുന്ന നേരം കൃഷ്ണമോളും ചാടി കയറി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നും നീ എൻ്റെ അടുത്താണ് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പേടിയായിട്ടാന്ന് പറയട്ടോ. എന്തിനാ മോളെ പേടി എന്ന് ചോദിക്കുമ്പോൾ അവരെ രാത്രി വന്ന് ചേച്ചിയെ ഉപദ്രവിച്ചാലോ? എന്നെ ഉപദ്രവിക്കാനോ? രാത്രി ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറി ആരെന്നെ ഉപദ്രവിക്കാനാന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ തന്നെ ഉണ്ടായാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, അതൊക്കെ അച്ഛൻ നോക്കിക്കോളും മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങ് ഉറങ്ങുവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ബാലേന്ദ്രനെ ശിവൻ വിളിക്കുന്നുണ്ട്. അതെ ബാലേന്ദ്ര ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുക, അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ, നീ എങ്ങോട്ടും പോവരുതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും നിങ്ങൾ എന്ത് കരുതി, നിങ്ങളെ പേടിച്ച് ഞാൻ ഇവിടെ നിന്ന് പോവുമെന്നോ? ഒരിക്കലും ഇല്ല, നിങ്ങളിങ്ങ് പോര്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ 8-9 പേര് കാണും. ഓ അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചേ 10-25 പേര് കാണുമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ഇത് തന്നെ ധാരാളം മതി എന്ന് പറയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ വന്നാലേ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ കേട്ട നിൽക്കുന്ന ഭാഗത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.